രാവിലെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എന്തേ അവിടെ നിന്ന് മഴ വരുന്ന ശബ്ദം മാത്രമല്ല, അവിടെ എല്ലാം മൂടിക്കെട്ടി ആ പാടെ ഉണ്ടോ, ആ ഒരു മല കാണാനില്ല. അത് കാറ്റ് വരുന്നുണ്ട്. ഇത് നീ ഇന്നലെ സൂക്ഷിച്ചു നോക്കണം. ഇന്ന് ഇവിടെ കിടക്കുമായിരുന്നു. ഇന്നും അത് കഴിക്കണേ. എല്ലാ ദിവസവും ചെരുപ്പ് കഴിക്കണം. ഇന്നലെ നീ വന്നിട്ട് എടുത്തു വെച്ചില്ല. വെള്ളത്തിനകത്തിട്ട് വെച്ച് കഴുകിയിലേക്ക് ഞാൻ പറയാം. മൊത്തം എടുത്തോ? ഇത്ര ഉള്ളായിരുന്നോ? ഇന്നത്തെ കിട്ടില്ലായിരുന്നോ? എപ്പോഴേ ആയി. ഞാൻ എന്നിട്ട് ആയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴാണ് നീ പറഞ്ഞ നാരായണോട് ഞാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു നീ വേണ്ട ഞാൻ എടുത്തിട്ടോളാം നീ പറഞ്ഞു. ആ നടപടി നീ ശമ്പളം എന്തെങ്കിലും ഏറ്റവും നടക്കുകയാണെന്ന് എനിക്കറിയാം. ഇനി എന്നാ വരാനാ? എനിക്ക് മഴ രാവിലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വന്നേ. ഞാൻ പറഞ്ഞത് തൂക്കാൻ തൂത്തിട്ടുമില്ലല്ലേ? ഇരുന്ന് പഠിക്കാൻ കയറിക്കോ കേട്ടോ. ഇന്ന് 4 മണി വരെ. ഓക്കെ. അപ്പോൾ പണിയും ചെയ്യാൻ കഴിയല, പഠിക്കാനും കഴിയല. കയറിയിരുന്നോ? ടി വിയും വെക്കണ്ടെന്ന് 4 മണിയാകാതെ ഇനി ഇവിടുന്ന് എഴുന്നേറ്റകല്ലേ. ഓക്കെ, ഇന്നലത്തെ പോലെ. അത് മാറ്റി 4 മണി വരെ. ജയചാച്ചി വന്നാലും എഴുന്നേക്കല്ലേ. പെട്ടെന്ന് മഴ അങ്ങ് മാറി. നിന്റെ കൂടെ കളിക്കുന്നില്ലെന്ന് പറഞ്ഞ അവളെ. അതിൻ്റെ കൂടെ വന്ന് കിടക്കുക. ഒളിപ്പിച്ച് വെക്കുന്ന ആരാ? പഠിക്കട്ടെ എന്നിട്ട് കളിക്കും. എനിക്കത് കുറച്ച് മുമ്പ് ചോദിക്കാനുള്ള സമയം പോയി. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് സാമ്പാർ അവിടെ കാണുകയായിരുന്നു പച്ചക്കറി കട. മല്ലിയില്ലാത്ത പച്ചക്കറി കട, പച്ചക്കറി കട. ഇന്ന് ചേച്ചൻ വരും. കുറച്ച് സാധനം ആവട്ടെ. എന്നതിന് സമയം എന്നാ അതിന്? വിശക്കുന്നുണ്ടോടി? ബിരിയാണി. ഞാൻ കണ്ടില്ല. നീ വന്നായിരുന്നോ? നീ പറ. ഇവിടെ അല്ലേ വന്നേ? എന്നിട്ട് എന്താ അറിയില്ല. ഞാൻ കുറച്ചു നേരം പോസ്റ്റ് ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെയാണോ? കൈ വെച്ചാൽ അവിടെ എഴുതുന്ന പോലെ.
നിന്റെ അപ്പൻ. എടി ഞാൻ ഇന്ന് അപ്പനെ വിളിച്ചതല്ല, നിന്റെ അപ്പനെന്ന് പറഞ്ഞാ. നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങായ്ക്ക്. അണ്ണൻ ചുമ്മാ ചുമ്മാ അല്ല 50 രൂപയ്ക്ക്. നല്ല വിലയല്ലേ ഇപ്പൊ? ഇപ്പം വില കൂട്ടില്ല. അണ്ണൻ എങ്ങനെയുണ്ട് ഇപ്പൊ? കുഴപ്പമില്ലല്ലോ. ഓ ഒന്നും പറഞ്ഞില്ല. അതൊക്കെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ എടുത്തപ്പോഴാ. പിന്നെ ഐസ്ക്രീം നല്ലപോലെ അടിച്ചോണ്ടിരുന്നാണ് വരുമ്പേ ലൈറ്റിട്ട് വന്നാലേ നിനക്ക് പൊക്കമില്ല. ഞാൻ കൊടുക്കില്ല. ഒന്നും മുറിച്ചിട്ടില്ല ഈ പ്രാവശ്യം. എല്ലാം അതാണ് ഇതൊക്കെ ചുമ്മാ കയറിയിട്ട് ഉള്ളി മുഴുവനോടെ വെളുത്തുള്ളി മുഴുവനോടെ വേണം. ഇഷ്ടമായി. തരാം. താനാണല്ലോ വണ്ടി വിളിച്ചേ. കുട കൊണ്ടുവന്നു. ഈ കുടക്കാണോ 2000 രൂപ? 1000 രൂപ പറഞ്ഞല്ലോ. അത് ശരി. ഏച്ചാൻ എന്തൊക്കെ പറയുന്നത്? ഏച്ചാൻ പറയുന്ന അല്ലെങ്കിലും മൈൻഡ് ചെയ്യുന്നില്ല. ആരാണ് ഞാൻ കുട മേടിച്ചു വെച്ചോ? ഷാമ്പു എന്ത്? അവളാ ഗ്യാപ്പിൽ എന്തോ പണിയാൻ കയറിയതാ. ബിരിയാണി കിട്ടിയല്ലോ നേരത്തെ. ബിരിയാണി ചേച്ചാച്ചിക്ക് മുമ്പ് വന്നതാണോ പ്രശ്നം? ഇനി ഒന്നുമില്ല, മിണ്ടരുത്. കിട്ടണ്ടാക്കെ കിട്ടി. ഡ്രസ് എടി ചേച്ചാച്ചി പുറയില് ഡ്രസ്സ് കിടക്കുന്ന അടിയുണ്ടോ ഒരു കയ്യില്? ശ്യാമളം വരികയല്ലേ? വരുമായിരിക്കും. ശ്യാമളമ്മ തിരിച്ചു വന്നോ? ഞങ്ങളോർത്ത് വരത്തിലായിരിക്കുന്നു. അവിടെ പോയിരുന്നോ? ഇത് ശ്യാമളമ്മയുണ്ട്. വെച്ചോ. എന്നേലും കൊണ്ടുവന്നോ? താ. പിന്നെ ചുമ്മാ കൈ മിശാണോ? അത് നടക്കല്ലോ ഇവിടെ. പിന്നെ പൈസ ഇല്ലായിരിക്കുമല്ലോ. വണ്ടിക്കൂലി എങ്ങനെയായിരുന്നു? പിന്നെ പോയേ കട്ടെടുത്തോണ്ട് പോയോ? എടുത്തോണ്ട് പോയി. എന്നാ ഇതാ എന്നെ ഒന്നും മേടിച്ചില്ലേ? ഒന്നുമില്ലാതെ ഇങ്ങോട്ട് വരണ്ട. മുട്ടായെങ്കിലും എന്താ ഒരു മറ്റേ ഇത് പോളമെങ്കിലും
എന്റെ ഞാൻ ഒന്നും മേടിച്ചില്ല. അത് മതിയായില്ല. ഞാനിപ്പം ഓട്ടോയ്ക്ക് വന്നേനല്ലോ. എന്നാ പോളതാ? പോളൊന്നുമില്ല. പോളയ്ക്ക് 5 രൂപയല്ലേ ഉള്ളൂ. അത് നിർത്തിക്കഴി പാട്ട്. നമ്മുടെ വാപ്പനല്ലേ. ഇപ്പൊ ചേച്ചാ പഴയ പോലെ കാശൊന്നും തരുന്നില്ലല്ലേ? എനിക്ക് എന്നാ കാശ്? ആ പിന്നെ എന്നാ കുഴപ്പം? അല്ല, എനിക്ക് എന്റെ ആവശ്യത്തിന് പെൻഷൻ കിട്ടും. അത് 6 മാസം കൂടുമ്പോഴൊക്കെ കിട്ടും. അതിനടി എന്നെ മൈൻഡ് ചെയ്യാതെ ഇപ്പൊ വലിയ ഇത് കാണിക്കുന്ന. അങ്ങനെയാടി ശമ്പളമ്മ മൈൻഡ് ചെയ്യാഞ്ഞേ. ചേച്ചാച്ചൻ വന്നിട്ട് മൈൻഡ് ചെയ്തില്ല അവിടെ അന്നേരം. അതുപോലും ഇല്ലായിരുന്നു. ആ ചായ ചൂടാക്കി കൊടുക്ക ശമ്പളമ്മയ്ക്ക്. അത് മട്ട. അതിനകത്തുണ്ട് 1/2 ഗ്ലാസ് ഉണ്ട്. അത് മതി കൊടുക്ക്. അത് സാരില്ല. ആ ചൂടിച്ചൊന്നും കാണത്തില്ല. എവിടെ നിന്ന് കുടിക്കാൻ? എന്നാ നിങ്ങൾക്കിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ല ബിരിയാണിയുടെ ഒക്കെ പാത്രമൊക്കെ ഇരിക്കുന്നു. ബിരിയാണി പാത്രം ഷാമ്പു ഇവർക്ക് പിള്ളേർക്ക് 2 മേടിച്ചു. 2 മേടിച്ചു. ഇപ്പൊ തീർത്തോ? പറയടാ. വേണ്ടടാ, ഞാൻ പറയാടാ. ഏയ് ബ്ലും നല്ല പൊട്ടപ്പ. ചൂടാക്കി കൊടുക്ക്. നീ എന്നടി ഉണ്ടാക്കുന്നേ? മാറിപ്പോണല്ലോ. അമ്മയ്ക്ക് എന്നാ ഒരു ചെരുപ്പ് എടുത്തൂടെ? അമ്മയ്ക്ക് സാരി എടുത്തൂടെ? ലൈറ്റ് എടുത്തൂടെ? ഇതൊക്കെ കൊടുത്തോന്നേ. അത് പിന്നെ ആരാ കൊടുക്കണേ? അത് കൊടുത്തോണം. അല്ല ഇവിടുത്തെ ചെലവിനാന്നുള്ള പൈസ ഒന്നും കൊടുക്കണം. നിനക്ക് ചെലവിനാന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് പറഞ്ഞു എല്ലാം കണക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാത്റൂം ഫിറ്റ് ചെയ്യണം. അതിന്റെ ഒരു കുറവുണ്ട് ഇവിടെ അല്ലേ? ഫോൺ കളിക്കണ്ട. വേണേ TV വെച്ച് തരും കേട്ടോ. പറയാം. TV വെച്ച് കൊടുക്കൂ കോച്ചിനെ. പിന്നെ ആർക്കാ ഇപ്പൊ ശമ്പളം വന്നില്ലേ? ഇങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഒന്നും വേണ്ട. പാടും വേണ്ട. റേഡിയോയും വേണ്ട. റേഡിയോ എവിടെ? റേഡിയോ വെക്കടിയാ? നീ വെച്ചോ. അലക്സ ഇല്ല, നെറ്റില്ലല്ലോ. റേഡിയോ വേണ്ട. നമുക്ക് ഷിഹുമാന്റെ പാട്ട് എല്ലാം ഞാൻ മ്യൂട്ടാക്കി വെച്ചു. എന്തിനു ചേട്ടാ? അപ്പം ഉണ്ടാക്കാൻ മാവിരിപ്പുണ്ട്. ഉണ്ട്. ചാമ്പളമ്മക്ക് ചപ്പാത്തി മതി. അയ്യോ വള്ളി എടുക്കാൻ ഒരു വള്ളിയുണ്ട്. അത് കറക്കിക്കൊണ്ട് കിടക്കും 24 മണിക്കൂറും. ആ സാധനം മണ്ടേ വെച്ച് പറഞ്ഞു എടുത്താട്ടെ. നമുക്ക് ഇനി പോകുമ്പോ എടുക്കാം. ഇനി പോകുമ്പോ എടുക്കാം. തന്നെ എന്നാണ് വിടാൻ കൊള്ളും. അലക്സ ശമ്പട്ട ജോർജ് സാധനം കൊണ്ടുവന്നു. സാധനം എടുത്തല്ലോ. ഇവിടെ ചേച്ചാനോട് ഒരു ഇത് തരട്ടെ? ബനിയൻ തരട്ടെ? ചേച്ചാന് ബനിയൻ തരട്ടാ? ചോറിയടാ. ഉടുപ്പ് തരട്ടെ? മോനെ
അവരെവിടെ പോയി? കാരണം മുണ്ടക്കൽ തൊട്ട് കോട്ടയം വരെയുള്ള ഓടിച്ചുള്ള പെണ്ണുങ്ങളറിയാം. റോഡുകളിലുള്ള പെണ്ണുങ്ങളെ എനിക്കറിയാം. എന്നെ പറഞ്ഞു പൊടിപറ്റത്ത്. ഞാൻ പറഞ്ഞു പൊടിപറ്റത്ത് വരും. പൊടിപറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ആ കലിങ്ങിൻ്റെ അവിടെ അതിൻ്റെ ആ കല്ലിനോട് ചേർന്ന് വീടാന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ ആരും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആദ്യം ഓർത്തിരുന്നില്ല പോൾ സാറിൻ്റെ വീടില്ലേ കോളേജിൻ്റെ പുറത്ത് ആ പോൾ സാറിൻ്റെ ആ വീടിൻ്റെ ഭാഗത്താണ് ഞാൻ ഓർത്തത്. ഒഴിവാക്കണത് നമുക്ക് വേറെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ മേരി അത് വേറെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും ഒഴിവാക്കണം. അതുകൊണ്ട് നമ്മുടെ എടി നീ രക്ഷപ്പെടും. സത്യമായിരുന്നു. നിനക്കന്നാ ഇവിടെ അവിടെ എങ്ങാണ്ടൊരു കല്യാണം പറഞ്ഞിട്ട് പാടവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ അവിടെ രക്ഷപ്പെട്ടത്. ഒന്നുമില്ലെങ്കിൽ നെല്ലെങ്കിലും നീയാകായിരുന്നു. പക്ഷേ ഇത് ചൂടാക്കാരുന്നല്ലോ. ഇവിടെ കോളേജ് പിടിക്കുക 27 കോളേജ് ഈ പെണ്ണ്. ആ അപ്പൊ ഞാന് വണ്ടി ഐറ്റംസ് ഓടിക്കൊണ്ടിരിക്കുക. അല്ല ഇവിടെ ഓർത്തുകാരില്ല. ഇവിടെ സ്വന്തം കോളേജ് പഠിക്കുക. ഞാന് ഐറ്റംസ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇറങ്ങുന്ന രാവിലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്നെ വണ്ടി വന്നപ്പോഴത്തേക്ക് അന്ന് ₹1 മേടിക്കും. ₹1 തരും. ബാക്കി എല്ലാം കൊടുത്താൽ മതി. ആ ₹1 പ്രേമലേഖനൊക്കെ എഴുതി എന്നെ തരും. ഞാനത് മേടിച്ച് ബാങ്കിനകത്ത് വെക്കും. ഇത് എന്റെ പരിപാടി. ഇങ്ങനെ പോയി ഒരു പ്രാവശ്യം ഞാൻ ഇറങ്ങുന്ന എന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഇറങ്ങുകയാണെന്ന്. അതുകൊണ്ട് ഇവളെന്നാ അറിയോ അന്ന് കോളേജ് കട്ട് ചെയ്തു ഉണ്ടാക്കിയിട്ട് വന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് കണക്കെല്ലാം കൊടുത്തു. പിന്നെ ഇവിടെ കയറാം. ഇപ്പോഴും നിർത്തിയിട്ടില്ല. എന്നിട്ട് അവിടുന്ന് ഞാൻ നേരെ മുണ്ടക്കത്ത് തോന്നും. മുണ്ടക്കത്ത് ഇവിടുമായിട്ട് കണ്ട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാമെന്ന് ഞങ്ങൾ ചായക്കൂടെ കയറി. ഞങ്ങൾ ഫാമിലി റൂമിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ ചായ കുടിച്ച് ഒരു ചെറിയടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ സുഖം അവൻ കയറി ഫാമിലി ഡോറൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനും ഇരിക്കുക. പിന്നെ അതുപോലെ പയ്യെ പൊറോട്ടൊക്കെ മാറി ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവൻ ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഞാനും ഈ കൊച്ചും കൂടെ ഇരിക്കുക. ഇവൻ നേരെ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു മാനെ പിടിച്ച് വേറെ പെണ്ണ് കെട്ടിച്ചോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ വേറെ അവൻ വണ്ടിക്ക് ജോലിക്കാരനാന്ന് പറഞ്ഞു. ഉടനെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ഈ കല്യാണം മുറുകുന്നത്. അവിടെ നിന്ന് അപ്പൊ ഇന്ന് ഒഴിവാക്കണമല്ലോ. പിന്നെ ഇവിടെ അപ്പാച്ചിയുടെ കെട്ടിയാൽ ഭാസ്കറിനെ ചുമതലപ്പെടുത്തി. അങ്ങനെ പറയണ്ട. എന്റെ അമ്മയുടെ ചേട്ടന്റെ ഭർത്താവ് അത് എന്റെ പേരപ്പെന്നങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. മറ്റേ ഡയലോഗൊക്കെ അടിക്കട്ടെ. നിനക്കൊന്നും സൂചിച്ചില്ലേ? ഭാസ്കറിന് സൂചിച്ചു, ഇവക്കൊന്നും സൂചിച്ചില്ല. എന്നാലും പുള്ളി കേൾക്കുന്നുണ്ട്. പുള്ളി അറിയുന്നുണ്ട്. നാളെ നിനക്കൊരു പെണ്ണ് കാണാൻ പോവാ. നമ്മൾ എവിടെയാ? 27 പൊടിപറ്റത്താ. അതുകൊണ്ട് നാളെ പോകണം. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടിയെ കണ്ട അന്ന് വണ്ടിയെ കണ്ട ദിവസം ഈ വണ്ടിയെ കാണണം. അതില്ല പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട് കാര്യം. വെളുപ്പിനെ പോകണമെന്ന്. വെളുപ്പിനെന്ന് പറഞ്ഞാൽ എത്ര മണി? ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് ആ പെണ്ണിനെ പിടിച്ചിടണം. അതായത് നടക്കുന്നതായിരുന്നു. ഒരു പെണ്ണ് കാണാനായിട്ട് 6-6:30 ആകുമ്പോഴത്തേക്ക് പെണ്ണിന്റെ വീട്ടിൽ കാണാനുണ്ട് എന്ന് ഞാനിത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. അതിന് ഈ 6:30-ക്ക് ഞാൻ പറഞ്ഞത് നമ്മൾ വരുന്നു എന്ന് അറിയിച്ച് ചെന്ന് കഴിഞ്ഞാൽ പെണ്ണ് ഭയങ്കര സെറ്റപ്പായി ഒരുങ്ങിയൊക്കെ നിൽക്കും. അതല്ല ഒറിജിനലായിട്ട് കാണണമെങ്കിൽ വെളുപ്പര ചെല്ലുന്നു. ഞാനവിടുന്ന് ശരി ഈ പുള്ളി അത് പറഞ്ഞത് ഞാൻ ഓർത്തു. ശരി 6:30 വീട്ടിൽ ചെന്നാൽ പോലെ 6 മണിക്ക് വന്ന് പോയതാണ്. പിന്നെ എന്നായി പോകാതിരിക്കാൻ പറ്റുമോ? അവിടെ ചെന്ന്
കയറി അവിടെ ചെന്ന് വീട്ടിൽ അവിടെ കയറിയപ്പോഴത്തേക്ക് അവിടെ ആരുമില്ല വിളിച്ചു തന്നെ വന്നപ്പോഴത്തേക്ക് ഇന്നലെ പുള്ളി വരുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ നേരത്തെ വന്നായിരുന്നു പറഞ്ഞ് പുള്ളിക്കാരൻ കുറേ ഡയലോഗൊക്കെ പറഞ്ഞു അവിടെ നിന്ന് പെണ്ണ് അവിടെ ഇല്ല പിള്ളേ പുല്ലി ഏതാൻ പേടിക്കുക പെണ്ണും തള്ളയും എന്നാ പോട്ടെ അതിന്റെ അനീതിയോ നീ ഒറ്റയ്ക്കാണോ പോയെ കോളേജിന്റെ വീട് തൊട്ട് ഫ്രണ്ടില് നീ എന്നെ മത്സരിക്കണ്ടല്ലോ അവിടെ ചെന്ന് പെണ്ണവിടെ ഇല്ല ഉടനെ പുറകെ കൂടെ അങ്ങോട്ട് ഓടിച്ചെന്ന് വീഴാൻ പെണ്ണ് കാണാൻ ചെറുക്കം വന്നിട്ടുണ്ടോ കുറെ കൂടെ നിർമ്മല വന്ന അവിടെ വന്ന കയ്യേലാ അവിടെ ഒന്ന് വിളിച്ചെന്നോട് എടി അപ്പൊ ഞാൻ പുല്ല് കൊണ്ടുവന്ന കയ്യേലെ കൊണ്ട് വെച്ചു അത്ര ഏറ്റാറ്റം എന്റെ ആണേലും കൊള്ളാം ഞാനിങ്ങനെ വാതിക്കൽ അവിടെ നിൽക്കുക തിന്മയല്ലോ പിന്നെ നിൽക്കുക ഇവിടെ അതിലുണ്ടാക്കേണ്ട പുറകെ കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ഈ പൊക്കം ഉണ്ടല്ലോ ഉള്ളിലോട്ട് കയറാൻ ഇവിടെ വന്നിട്ട് നേരെ അവിടെയോട്ട് വന്നു അപ്പൊ ഞാൻ ഇങ്ങനെ വന്നു ഞാൻ കുഴിയിൽ ഇവിടെ ഞാനിങ്ങനെ പോകുക അന്നേരം ലോങ് ബ്ലൗസ് ഓർമ്മ ലുങ്കി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതോ ഈ വണ്ണമുണ്ട് പിന്നെ ഞാനിങ്ങനെ നോക്കി എല്ലാം കണ്ടു എന്നാണേലും വേണ്ട വണ്ണമില്ല ഇതുപോലെ ഇരിക്കുന്നത് വണ്ണമല്ല അത് തന്നെ ഇവിടെ ഞാൻ കാണുന്ന മേലോട്ട് നോക്കിയാ കാണുന്നത് ഇവിടെ മുഖം കാണുന്നത് കാരണം ഞാൻ കുഴി നിൽക്കിയല്ലേ ഇവിടെ കുഴി നിൽക്കിയല്ലേ ഞാൻ മണ്ണല്ലോ നോക്കുന്നത് അതെല്ലാം കണ്ടു ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടിയെ കണ്ട എല്ലാം പറഞ്ഞിട്ട് ശരിയായിക്കോട്ടെന്ന് പറഞ്ഞ് ഇറങ്ങി അതുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വിളിക്കാൻ ചോദിച്ചു എന്നാണ് അതിൻ്റെ അഭിപ്രായം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാന്ന് ചോദിച്ചു ഒന്നാമത് ഒഴിവാക്കല്ലേ ഞാൻ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നാന്ന് ചോദിച്ചു കാരണം പറയാൻ പറഞ്ഞു പുള്ളി ഞാൻ പറയാം ഒന്നാമത് വള്ളി പോലെ എന്നെക്കാട്ടിലും മുഖമുണ്ട് കാരണം എന്റെ ഒപ്പം നിന്നല്ല എന്റെ മുഖം അറിയാൻ എനിക്കൊന്നും അറിയാൻ പറ്റില്ല ഞാൻ പറയാം എന്നെക്കാട്ടിലും മുഖമുണ്ട് വള്ളി പോലെ ആയിരിക്കും എനിക്ക് വേണ്ടത് എനിക്ക് പറ്റിയല്ലോ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല പുള്ളി കുറച്ച് നേരം എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇതാണോ അതിൻ്റെ തീരുമാനം ഞാൻ പറയാം എൻ്റെ തീരുമാനം അങ്ങനെയുണ്ട് ആയിട്ട് പറഞ്ഞു പുള്ളി അങ്ങോട്ട് പോയി ഞാൻ കോട്ടയം അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കണ്ട കഴിഞ്ഞപ്പോഴത്തേക്കാണ് വണ്ടിയെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ സാരിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ടിക്കറ്റ് കൊടുത്ത് അന്നേരം എന്നോട് നമ്മുടെ ഓണറുടെ അനിയൻ പറഞ്ഞു ഞാൻ ജയന് കണ്ട പെണ്ണാണല്ലോ വണ്ടിയിലുണ്ടല്ലോ അന്നേരം ശ്രദ്ധിക്കണം അന്നേരം ഇവളുണ്ട് ചെയ്യുള്ളൂ കണ്ട കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ല നമ്മൾ ഉദ്ദേശിച്ചവരല്ല കാരണം അന്ന് കണ്ടതല്ല ഇവള് സാരിയൊക്കെ കൊടുത്തെല്ലാം മുട്ടിക്കായി ആ സംഗതി സ്കൂട്ടായി മേരി വിട്ടു അന്നേരം മേരി വിട്ടു മേരി വിടാൻ നടക്കുവോ മേരി വീട്ടിൽ നടക്കുവോ അവിടെ വീട്ടുകാരെ സമ്മതിക്കോ കാക്കമ്മയ്ക്ക് എതിരായിട്ട് എനിക്ക് പോകാൻ പറ്റുമോ അതുമില്ല അപ്പൊ അത് തന്നെയല്ല കണ്ടുകിട്ടപ്പോഴത്തേക്ക് അന്നത്തെ രീതി എല്ലാ സംഗതി എങ്ങനെയുമ്പോഴത്തേക്ക് ഞാനാണ് ജോസഫ് ഞാൻ അന്ന് കണ്ട പോലുള്ള രീതിയിലുള്ള പെണ്ണല്ലിത് ഇന്നല്ല അന്ന് അവിടെ ഇന്ന രീതിയിലായിരുന്നു ഇന്നവിടെ സാരിയെ കുറിച്ചൊന്നും കുഴപ്പമൊന്നും കേട്ടോ നിനക്ക് താല്പര്യമാണോ അതിന് എനിക്ക് ഇഷ്ടമല്ല എന്നാൽ അവിടെ പയ്യ അവിടെ ഇരുന്നിട്ട് അവളോട് പറയാൻ പറ്റും ഞങ്ങൾ വണ്ടി വെച്ചോ ഞാനും പറയുന്നു ഇനി അവർ വേറെ എല്ലാം പറയുന്നത് ഞാൻ എന്നാ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒന്നും പറ്റും അത് ഞാൻ ഇച്ചയാണെന്ന് തോന്നുന്നു ഇവളൊന്നും പറഞ്ഞു അന്ന് കണ്ട പോലെ കേട്ടോ എനിക്ക് ഇഷ്ടമാണ് അങ്ങനൊന്നും പറഞ്ഞില്ല എന്നിട്ട് ഒരു എന്റെ അടുത്ത് വന്നിങ്ങനെ പൊക്കം നോക്കിയതാ അമ്മരും എല്ലാം കൂടെ കൂടി കണ്ടക്ടറുണ്ട് ചക്കറുണ്ട് ബോർഡറുണ്ട് ഡ്രൈവർ പിന്നെ ഫ്രണ്ടില്ല കണ്ടക്ടർ ചേച്ചാനാ ചക്കറും രാജും ബോർഡർ രാജും ചക്കറ് മോരനായിരിക്കും നിങ്ങൾ വൈകി ഒതുക്കുക കൂടി എല്ലാം എന്നിട്ട് ഞങ്ങളെ പൊക്കം എന്നോട് ഇത്രേ ചോദിച്ചുള്ളൂ അല്ല ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ അങ്ങനെ
നമ്മുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ അങ്ങനെ ഒന്നും എന്നോട് ചോദിച്ചു. ഞാൻ പറയാതെ എന്നോടാണ് വീട്ടുകാരോട് ചോദിക്കാൻ ഇങ്ങനെ കണ്ടാ ഇങ്ങനെ നിന്ന് പറഞ്ഞോ നമ്മുടെ കാര്യം തന്നെ അന്ന് ഞാൻ ചോദിച്ചു. അത് എല്ലാ കാര്യം മലപ്പുറം ചേച്ചാൻ വണ്ടി കയറുതാണോ? ഇല്ല. അന്നൊന്നും ഇതുപോലെ പോകുന്ന വണ്ടിയാണ് ഞങ്ങൾ ശാന്തിയാശം വല്ലപ്പോഴും വണ്ടി ഉള്ളത് വല്ലപ്പോഴും അല്ല. ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഞാൻ ഓർഡർ കയറണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓർഡർ കിട്ടി. മേലല്ല ആ വണ്ടി കയറി പോരുന്നത്. വണ്ടിയെ കയറി പോകുന്നത് അത് തന്നെയല്ല. പിന്നെ ചെയ്ത് ഞാൻ പറഞ്ഞു വേണ്ട ചെയ്യും കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു അത് വേണമെന്ന് വെച്ചാൽ കല്യാണമല്ല എന്നും പറഞ്ഞു വണ്ടിയെ കയറാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കയറാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവരെ കായലപ്പള്ളി കയറിയിട്ട് എവിടെ ഫാക്ടറി പിടിക്കുക ഇറങ്ങും നടക്കും. ശാന്തിയാശിലാണ് പൊളിവിട്ട് ഇറങ്ങാൻ നോക്കുവോ? ആരും കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ആ വണ്ടിയെ ഒന്നിറങ്ങിയെന്ന് പറയും. അതല്ല വരാനുള്ളത് വണ്ടി വിളിച്ചു വരും പറഞ്ഞതല്ലേ. അതാണ് ഈ വണ്ടി വിളിച്ചു എന്നിട്ട് ഇവര് ഫാക്ടറി പടി ഇറങ്ങിയിട്ട് ഇവര് നടക്കും അങ്ങോട്ട് പൊടിവറ്റത്ത്. അയച്ചത് അപ്പുറത്താണല്ലോ വീട്. പൊടിയോടെ തന്നെ പറഞ്ഞ മേലല്ല വണ്ടിയെ കയറി പോരെന്ന് പറയുള്ളൂ. രണ്ട് പെണ്ണുങ്ങൾ അത് കഴിഞ്ഞ് ഞാൻ ദാസ ഇതിന്റെ ഇടതല ദാസ ഞാൻ ദാസോടെ പറയും. ദാസ പിന്നെ പള്ളിത്തോട്ടം അങ്ങനൊക്കെ പറയല്ലേ മേളിൽ താമസിക്കുന്നു പറയും. അന്നേരം ലീലയെന്ന് പറയുന്നത് അറിയാം അവരുടെ ഫോൺ എടുത്തല്ലേ എവിടെ നമുക്ക് ഞങ്ങളുടെ ഫോൺ എടുത്തില്ല. ഇത് എന്റെ അമ്മയുടെ പ്രായമാണ് പ്രായമുണ്ട്. കുഞ്ഞാച്ചന്റെ ഒക്കെ പ്രായമുള്ള ഇല്ല. എന്നാലും 10-75 വയസ്സൊക്കെ കാണും ഇപ്പൊ. ലീലയാണിതില്ലേ ലീലയാണ് ജോലി അവിടെ പഠിപ്പിക്കാൻ ലീലയോട് കണ്ടു കേട്ടാൻ പറഞ്ഞു വിട്ടു. എന്നോട് ഇങ്ങനെ പറഞ്ഞു അവരെ ഞാനങ്ങനെ സമ്മതിക്കല്ലേ പറഞ്ഞു. പറഞ്ഞല്ലോ ദാസനോടെ കാക്കമ്മ ഒന്ന് ദാസോടെ ദാസേ ഇതങ്ങനെ എനിക്ക് ദാസാണ് വണ്ടിയുടെ സ്ഥിരം യാത്രക്കാരൻ. കുട്ടിമാമയുടെ അപ്പുറത്തില്ലേ ഒരു ദിവസം അപ്പൊ ഇവരുമായിട്ട് ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്നുള്ളൂ നമുക്കറിഞ്ഞത്. അപ്പൊ ദാസോടെ ദാസ എങ്ങനെയാ? അല്ല കല്യാണം കൊണ്ടുവന്ന ആരായിരുന്നു? അവരെ അമ്മയാ പറഞ്ഞത് കുട്ടിമാമയുടെ ഒക്കെ. അപ്പൊ ദാസോടെ ദാസ എനിക്ക് ഇഷ്ടമാണ്, താല്പര്യമാണ്. ബാക്കി കാര്യങ്ങളെങ്ങനെ ദാസൊന്ന് തൊഴിൽ കൊടുക്കുകയാണ്. അങ്ങനെ ദാസാണ് പിന്നെ ഇത് മുറുക്കി 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 കൊണ്ടുവന്നത്. നല്ലൊരു ഭാര്യ കിട്ടിയില്ലേ? പിന്നെ സന്തോഷം എവിടെ കിട്ടും ഇത് കൂട്ട്? നല്ല നല്ല മക്കളെ കിട്ടിയില്ലേ? അത് പറയും അതവിടെ നിൽക്കട്ടെ. അതവിടെ കട്ട് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ സ്വഭാവം എന്നെപ്പറ്റി അറിയാൻ വേണ്ടി ഇവര് പൊടികളിലും എല്ലാവരുടെ കൂടി ചിറ്റിടി വന്നിറങ്ങി. ചിറ്റിടി എന്ന് പറഞ്ഞാൽ അവരെ അവിടെയുള്ള സർവ്വ ആൾക്കാരെ അവർക്കറിയാവുന്ന പൊടികളിനെ അറിയാവുന്ന എല്ലാ ആൾക്കാരും അവിടെ ഒരു വെല്ലിക്കാരൻ്റെ കടയിൽ വന്നു. എന്നാ ഇന്നലെ ഇന്ന സംഗതി ഇവിടെ കണ്ട് 31 കണ്ടൊരു കണ്ടക്ടറാണ് ജയ എന്നാണ് പേര്. പുതുപ്പറമ്പ് വീട്ടിൽ പറഞ്ഞത് ഡാൻസർ സുഖത്തിൻ്റെ പെങ്ങനെ പോയത് ആളെങ്ങനെയുണ്ട് എന്നെ സ്ഥലം എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് കല്യാണത്തിൻ്റെ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കിട്ടിക്കോളാൻ പറഞ്ഞു. എന്നെ തോന്നുന്നത് എന്നെ തോന്നുന്നത് ഞാൻ നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അറിയത്തുമില്ല. അത് വേണമല്ല അതിനുള്ള പ്രായമൊന്നും ഇല്ലല്ലോ. എന്നെ വന്ന് കാണുമ്പോ 23 വയസ്സേ ഉള്ളൂ. ചെറുപ്പത്തിലെ ശൈശവഭാവം കണ്ടായിരുന്നു. ആദ്യം സുഖം ഒപ്പിച്ചാന്നേ അങ്ങനെ ഇത് ചൂട പിടിക്കാൻ അതിലും സർവ്വ ചീറ്റുള്ള സർവ്വ ആൾക്കാരും എന്നെ കണ്ടു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എത്താൻ പൊക്കം വെച്ചത്. വേറെ കല്യാണം റാന്നിന്റെ ഒരു പെണ്ണ് കാണാൻ പോയി. ഒരു അവിടെ ചെന്ന 2 സൂതനാണോ ആരാണ്ട് അനിയൻ കൊണ്ടുപോകാ സൂതന ഏട്ടൻ അവിടെ ചെന്ന് വെള്ളം കൊണ്ട് പച്ച നൈറ്റി അത് ചുടുതാറ് പച്ച ചുടുതാറ് ഒരു ഒണ്ണമുണ്ട് കരിക്കട്ട പോലെ അതിന് പറ്റ ഡ്രസ്സും അവരെ പറഞ്ഞ കാക്കമ്മ രണ്ടാമത് കാക്കമ്മയ്ക്ക് അന്ന് 43 വയസ്സ് അത്ര ഉള്ളല്ലോ. അമ്മ ചെറുപ്പമാണല്ലോ. അപ്പൊ അമ്മയെ കണ്ടാല് നല്ല ഇതായിരിക്കും. അപ്പൊ അവിടെ വന്നിച്ചു പറഞ്ഞു ഈ വീടും സ്ഥലവും ഒക്കെ ആടെ പേരിലാന്ന് അമ്മയുടെ പേരിലാന്ന് പറഞ്ഞു. മകന്റെ പേരോട് എഴുതി കൊടുക്കണം. മകന്റെയോ അവിടെയൊക്കെ വെച്ചാൽ അവിടെ കൊടുക്കുമ്പോ അവിടെ അവർക്ക് സ്ഥലമൊക്കെ ഉണ്ട്. അതെന്നാ അമ്മാവൻ ചോദിച്ചത് അതെന്നാ അങ്ങനെ ചോദിച്ചു. അല്ല തലക്ക് ഇത്രയും പ്രായമല്ലേ ശരി. ഇപ്പം ഓരോരുത്തർ കെട്ടുന്ന ആ കണക്ക് അമ്മയൊക്കെ എന്നെ പോണ്ട
അപ്പത്തേന് പറഞ്ഞു തള്ളക്ക് ഇത്രയും അവരൊന്ന് കെട്ടിക്കണം അല്ലെങ്കിൽ അവർക്ക് ഇനി ഒരു കല്യാണം വേണമെന്നൊക്കെ വിചാരിച്ചാല് എല്ലാവർക്കും വയ്യാതാരമാകില്ല എന്ന് പറഞ്ഞു. അയ്യോ കുഞ്ഞാനോ അതിൻ്റെയൊക്കെ സ്വഭാവം എന്നാന്ന് പറയാൻ പറഞ്ഞു. അത് വെച്ചാൽ കറുത്താണ് എന്നെ കിട്ടി തന്നെ മോളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഉരുട്ടല്ലേ വരുന്നേ തുടക്കൊക്കെ രണ്ട് തുടം കൂടുമ്പോ ഓർത്തേ ഉരുണ്ട് വരുന്ന കാണാറുണ്ട്. ഉരുണ്ട് പൊക്കോ ഇല്ല. മേരി അങ്ങനെ കിട്ടിയത് ഞങ്ങളിപ്പോ പള്ളിയിലെങ്കിലും പോയത് അതെ യജുക്കാനുള്ള ഒരു അമ്മ ഉണ്ടല്ലോ എന്ന് പറയുന്നത്. കാര്യപ്പെട്ടെന്ന് കയറിയിട്ട് കേട്ടോ നിന്നെക്കാൾ അറിവാണ്. നീ ഡിഗ്രിയാന്ന് പറഞ്ഞൊരു കാര്യമില്ല. നിന്നെക്കാൾ ഓരോ കാര്യം പിന്നെ ഇതായിട്ട് എനിക്കറിയാം. അറിയോ നിനക്ക് നിന്നോട് പോയി കൂടുതൽ എങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അതിന് ഇതായിട്ടൊക്കെ അടിക്കാറില്ല. പിന്നെ നമ്മൾ ചെറിയ വീടല്ലേ ഉള്ളൂ. വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവിടെ ഇച്ചേ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട വണ്ടിയെ കയറേണ്ട ഇച്ചേന്ന് പറഞ്ഞപ്പോ ഇച്ചേ പറഞ്ഞു കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ വഴിയെ പോകുന്ന വണ്ടി നമ്മൾ പൈസടുത്തേക്ക് പറഞ്ഞു നീ കയറാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് കയറി കഴിഞ്ഞപ്പോ കുടിയാച്ചാൻ പറഞ്ഞുള്ളൂ. അപ്പൊ സാധാ ചോദിച്ചു കല്യാണം രണ്ടാം ആലോചന വന്നപ്പോ സാധാ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ പെണ്ണിവിടെ പ്രായം ഇവിടെ നിൽപ്പില്ലെന്ന് പറഞ്ഞു. രണ്ടാം കല്യാണം മുറുക്കിയോട് സാധാ സംബന്ധിച്ചില്ല വേണമെന്ന് വർഷം വന്നാ പക്ഷെ വഴി വണ്ടി വിളിച്ച് വരുമല്ലോ ഓരോ കേസുകൾ കണ്ടുവെക്കും. എന്നിട്ട് ഇവർ എന്നെ പറ്റി തിരക്കാറുണ്ട്. ചിത്രയില്ലാപ്പോഴത്തേക്ക് 100ക്ക് 110 അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം തരുമോ ഇതിന് ഒരു 10 മിനിറ്റിനകം വണ്ടി വരുമല്ലോ. അതേ പുള്ളി ആ കണ്ടക്ടർന്ന് പറയും. ചിറ്റടി വന്ന് ഞങ്ങൾ ഉടന്ന് വരിക. ചിറ്റി വന്ന് വണ്ടി തന്നിട്ട് അവർ കയറി കഴിയുമ്പോഴത്തേക്ക് ഇവർ 3-4 പേരുണ്ട്. എനിക്കറിയില്ല ഇവരാരാ എന്നാന്ന് എനിക്കറിയോ. അവരവിടെ നിന്ന് കയറിയപ്പോഴത്തേക്ക് ഒരു 4:31 തരാൻ 31. ഞങ്ങൾ 31 പറഞ്ഞാൽ 2 വളം പോയാൽ പോരുന്നു. ഈ 4 പേരുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ 10 പറഞ്ഞ ഇടം വരെ പോയാൽ പോയി. അത് ലോകത്തിന്റെ കൊല്ലങ്ങൾ പറഞ്ഞിട്ട് 30-നാണ് 2 വളവിലുണ്ട്. നിങ്ങളെന്തിനാ ഇവിടുന്ന് അവിടെ 30 കയറാൻ പറ്റും. അന്ന് എന്നോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതും കൊണ്ട് എന്തിനാ നടക്കുന്നത് വണ്ടിയായിട്ട്. അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ 31 ഒരാളാണ് പോട്ടോ അങ്ങോട്ട് ഇറങ്ങാം. ഇത് അടുത്ത് തന്നെ വർത്താനം പറഞ്ഞ് പോയാൽ അതിനുള്ള വളവല്ലേ ഉള്ളൂ. ഇവര് ഒന്ന് 31 ഇറങ്ങി 31 ഇറങ്ങി. പിന്നത്തെ കാര്യം എനിക്കറിയില്ല. പിന്നെ സ്മാർട്ടല്ലോ. അല്ല പിന്നെ മേരിയൊക്കെ വീഴുവോ? അല്ല മേരിയൊക്കെ വീഴുവോ? സുന്ദരാന്നിരിക്കറിയാം അതറിയാലോ കാക്കയുടെ ശ്യാമളമ്മനാരും ചോദിക്കല്ലേ ഇപ്പോഴും അറിയാമല്ലോ ഇത്ര പ്രായത്തിൽ ചുരുളുമുടിയായിരുന്നു ആ പെണ്ണിന്റെ മേരി. അതിന്റെ സ്മരണക്കാണ് ഇത് വല്ല ചുരുളിച്ചാണോ അത് വെച്ച് നോക്കുമ്പോ മറ്റേ ചുരുളെന്ന് പറഞ്ഞാൽ സ്പ്രിങ് പോലാണ് അന്നേരം വിട്ടില്ലേ വേണ്ട. തപ്പാനാണെങ്കിൽ എന്റെ പൊന്നു മോളെ നീ തപ്പാനേ നേരം കാണുള്ളൂ. അങ്ങനെ എത്ര തപ്പിയാലോ എന്നാ തപ്പണ്ട കേട്ടോ. നീ തപ്പണ്ട നിന്നെ കൊണ്ട് നിൽക്കുകയല്ല. പിന്നെ ഇറങ്ങുന്നത് നേരെ വണ്ടിക്കാരനല്ലേ ആർക്കും ഇഷ്ടമല്ല. വണ്ടിക്കാരനല്ല മോശം. വണ്ടിക്കാരന്മാരുടെ സ്വഭാവം വണ്ടിക്കാരെക്കാരും സ്മാർട്ട് കണ്ടക്ടർമാരാണ് ഏത് പെണ്ണുങ്ങൾ നോക്കും. അത് പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേര് അന്നത്തെ കാലം കുഴപ്പമെന്നെ അന്നത്തെ കാലം വേറെ കുറേ എണ്ണങ്ങള് മനുഷ്യപ്പറ്റില്ല മനുഷ്യത്വമില്ല. പിള്ളേരൊക്കെ ഞാൻ എന്റെ കൂട്ടുകാരെ മതി കാലമാളനാണോ എന്റെ പൊന്നേന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ കേക്കെ. സംസാരിക്കല്ലേ എന്നെ സ്വഭാവം അറിയാവുന്നൊക്കെ ഈ കാലമാടനാണോ കൊടുക്കണ്ടേ അന്നേരം ഒറ്റ പിള്ളേരോട് മയം കാണിക്കത്തില്ല. ഒറ്റ പിള്ളേർ അത് ഏറ്റവും കെട്ടിയിട്ടില്ലേ ഞാൻ കല്യാണം പറയുമ്പോഴല്ലേ. ഇതാണോ ഇത്? കേറ്. ഒന്നുകൂടെ പറയാ പട്ടി സൗകര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഏന്തേർ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് വിളിക്കുന്നത്.
വരാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. അങ്ങനൊന്നുമല്ല, ശനിയാഴ്ച അവിടെ എനിക്ക് മറ്റത്തിലേക്ക് വിളിക്കാൻ. അതോടെ പറയാം. വന്നു കഴിഞ്ഞ് ഒരു 6:30 കഴിഞ്ഞാൽ വരുന്നെങ്കിൽ പിന്നെ പോയി ക്ലിനിക്കിൽ കാണാം. അത് മാറ്റിയാവും. ആദ്യം കണക്ക് പറഞ്ഞിട്ട് പോളിസി കഴിഞ്ഞ് ബന്ധുവാ. ഏർപ്പെട്ടില്ലേ ബാബേ ഇവിടെ മറ്റേ സാധനം ഇട്ടേക്കുന്നത് കണ്ടോ, ബൾബേ. ഇപ്പൊ മഴ മാറിയില്ല, അപ്പൊ പിന്നെ ഓഫാകട്ടെ. മഴ മാറി ഇപ്പം നമ്മളുണ്ടല്ലോ. എന്നാലും അത് ഇത് ഭയങ്കര ഹൈ സെൻസറാ. ചെറിയൊരു മണത്തുള്ളി പറയാം. അത് കാണിക്കും. ഇവിടെ രാത്രിയിലൊന്നും ഓണാകത്തില്ല, ആരിലും വന്നാൽ മാത്രമേ ഓണാകത്തുള്ളൂ. ഇപ്പം വെട്ടം പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം വരുന്നില്ല, കുറവാ. വണ്ടിയിൽ ഫുള്ള് കഴിയും. പൂച്ച കടിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു അവിടെ മാറി ഫിറ്റ് എടുത്തിട്ട് ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ കടിച്ചിട്ടില്ലേ? അതായത് കടിച്ചിട്ടില്ല. ആ പോണേ, പോവാ.